അബ്ദുള്ള കുട്ടി ഒരു മഹാസംഭവമാണ്. വെറുമൊരു കുട്ടിയാണ് എന്ന് അധിക്ഷേപിക്കുന്നവർക്ക് വീണ്ടും വീണ്ടും മറുപടികളുമായി രംഗത്ത് വരും. ഏറ്റവും ഒടുവിൽ നാട്ടിൽ ലൈംഗിക കളിപ്പാട്ടങ്ങൾ വിതരണം ചെയ്യേണ്ടതിന്റെ ആവശ്യകതയാണ് കുട്ടിയുടെ പ്രധാന അജണ്ട. PC ജോർജിനെ പോലുള്ളവർ ഇതൊക്കെ കേട്ട് കലികൊണ്ടിരിപ്പുമാണ്. കുട്ടി അയക്ക് എന്ത് പറ്റി എനിക്കറിയില്ല. ഏത് പെൺവിഷയം വന്നാലും അതിനകത്ത് പുള്ളിയുടെ പേര് കേൾക്കുന്നടാ. എന്താ നിങ്ങൾക്കറിയാം? നിങ്ങൾ കണ്ണൂരുകാരല്ലേ? എന്നെ അങ്ങനെ ഇങ്ങനെ വളരെ മോശം, പറയാതിരിക്കാൻ പറ്റില്ല. എനിക്ക് അങ്ങനെ പുസ്തകത്തെ പറ്റി വളരെ പരമപുച്ഛമാണ്. പുള്ളി മനുഷ്യൻ പോരെ, പുള്ളിക്ക് യന്ത്രവും കൂടെ വേണമെന്നാണ് പറയുന്നത്. ഇതൊക്കെ പൊതുപ്രവർത്തകർക്ക് അപമാനമാണ്, പറയാതിരിക്കാൻ പഠിക്കുന്നത്. ഞാൻ പഠിക്കുന്നില്ല. അത് നമ്മുടെ ബഹുമാനപ്പെട്ട വനിതാ വിഭാഗത്തിൻ്റെ നേതാവ് ബിന്ദുകൃഷ്ണ പറഞ്ഞിട്ടുണ്ട്. അതാ സത്യം. ബിന്ദുകൃഷ്ണ പറഞ്ഞാൽ കേട്ടായിരുന്നില്ലേ? കണ്ടായിരുന്നല്ലോ. അത് കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. വളരെ മോശമായി. അത് എങ്ങനെ ഇതൊക്കെ കോൺഗ്രസ് വന്ന് പെടുന്നു പോലെ എനിക്കറിയാം. ഈ കമ്മ്യൂണിസ്റ്റുകാർ എവിടെ എന്തിനാണ് വിട്ടത്? ഇതുകൊണ്ട് പോലെ വിട്ടതാണോ ഇനി? അത് അമേരിക്കൻ സ്റ്റൈലാണ്. ഇപ്പോൾ അമേരിക്കയിലാണല്ലോ പുള്ളിയുടെ ജീവിതം. അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞു. ഞാനതിന് മറുപടി പറയും. അതൊക്കെ മറുപടി പറഞ്ഞ് ഞാൻ ചെറുതായി പോകും. അതുകൊണ്ട് ഞാൻ പറയുന്നു. അല്ല, വേറെ കാര്യം പറയാം കേട്ടോ. ഈ ഓപ്പറേഷൻ കുമ്പാരിയിൽ ഇന്നും നിങ്ങളിത് ചർച്ച ചെയ്യില്ല. ഇത് മാത്രമല്ല, DCC അംഗം തന്നെ തല്ലി എന്നും അബ്ദുള്ള കുട്ടി കണ്ണീരോടെ വിലപിക്കുന്നു. അബ്ദുള്ള കുട്ടിയെ തല്ലിയ പ്രശ്നം ചർച്ച ചെയ്യാൻ പാർട്ടി യോഗവും ചേർന്നു. ചർച്ചയൊക്കെ കഴിഞ്ഞ് അബ്ദുള്ള കുട്ടി വരുന്നുണ്ട്. DCC പ്രസിഡന്റ് നിങ്ങളോട് പറയുന്ന ഷിജു, ആ ബുദ്ധിയുള്ള ചോദ്യ. കളക്ടർ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. പരമാവധി റോഡ് സൈഡിലുള്ള മതിലെല്ലാം പൊളിച്ച് ഈ കണ്ണൂർ നഗരത്തിലെ റോഡ് വീതി കൂട്ടാൻ വേണ്ടി തീരുമാനം എടുത്തിട്ടുണ്ട്. ആ തീരുമാനത്തിന് ശക്തമായ പിന്തുണ നൽകാനാണ് DCC നേതൃത്വ യോഗം ഇന്ന് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ DCC പ്രസിഡന്റിന്റെ വാക്കുകൾ കേൾക്കണം. K. സുരേന്ദ്രന് എന്തു പറയാനുണ്ട്? കുട്ടിയെ ആരെങ്കിലും തല്ലിയോ? യഥാർത്ഥത്തിൽ കയ്യേറ്റം നടന്നോ? അതല്ല, ഈ നമ്മൾ തമ്മിൽ പല പല പ്രശ്നങ്ങളും ഉണ്ടാകും. അതൊക്കെ പാർട്ടി ഇടപെട്ട് പരിഹരിക്കും. അബ്ദുള്ള കുട്ടിയും K. പ്രമോദും രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കൈകൊടുത്ത് നല്ല രീതിയിലുള്ള അന്തരീക്ഷത്തിലാണ് ഈ ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോയത്. അതല്ല, പാർട്ടി നേതൃത്വം ഏത് വിഷയം ഉണ്ടായാലും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ടാകും. റോഡ് വികസനത്തിൽ കോൺഗ്രസ് എതിരല്ല. വികസന പ്രക്രിയയിൽ ആരും എതിരല്ല. ഒരു കയ്യേറ്റവും നടന്നിട്ടില്ല. കയ്യേറ്റം എന്ന് പറയുന്നതിൻ്റെ അകത്ത് ഒരുപാട് വ്യാപ്തിയുണ്ട്. വാക്ക് പറയുന്നതും വാക്ക് തർക്കമുണ്ടാകുന്നതും കയ്യേറ്റമേ അല്ല. നിങ്ങൾ എത്ര കയ്യേറ്റം നടന്നു എന്ന് ചിത്രീകരിച്ചാലും അബ്ദുള്ള കുട്ടിയോ അല്ലെങ്കിൽ പ്രമോദോ അവിടെ കയ്യേറ്റം നടന്നു എന്ന് പറയണ്ടേ? അല്ലാണ്ട് ദൃശ്യമാധ്യമങ്ങൾ കയ്യേറ്റം നടന്നു എന്ന് പറഞ്ഞാൽ കയ്യേറ്റമാവില്ല. ചുരുക്കത്തിൽ അബ്ദുള്ള കുട്ടിക്ക് തല്ലുകൊണ്ടാൽ പോലും ചോദിക്കാനും പറയാനും പാർട്ടിയിൽ ആളില്ലാതായിരിക്കുന്നു എന്നർത്ഥം. ഇന്നത്തെ ഡെമോക്രസി ഇവിടെ പൂർത്തിയാകുന്നു. നാളെ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.